മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനത്തിനുള്ളിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന തലത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വന്യജീവികൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നതിന് അതിനെ പ്രതിരോധിക്കാൻ 9 റാപ്പിഡ് റെസ്പോൺസ് ടീം RRTകൾ പുതുതായി രൂപം നൽകിയിരുന്നു. വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും വനത്തിൽ തന്നെ ലഭിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കും. ഇതിനായി കാടിനുള്ളിലെ ജലസ്രോതസ്സുകൾ നവീകരിക്കും. വന്യജീവികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നതിന് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും. അധിനിവേശ സസ്യങ്ങൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും. വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ കാട്ടിനുള്ളിൽ തന്നെ സൃഷ്ടിക്കേണ്ട ഏറ്റവും പ്രധാനമാണ്. അതിലൊന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുക. അതിനുവേണ്ടി കാട്ടിൽ നിരവധി കുളങ്ങളും മറ്റു തരത്തിലുള്ള ജലസംഭരണികളും ഉണ്ടായിരുന്നു. പലതും നാശോന്മുഖമായിരുന്നു. അവയെ നവീകരിച്ച് ആവശ്യത്തിന് വെള്ളം ഈ കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളിലും കാട്ടിനകത്ത് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു. ചടങ്ങിൽ വനം വന്യജീവി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന 400ഓളം പഞ്ചായത്തുകളിൽ 30ഇടങ്ങളിൽ തീവ്രമായ വന്യജീവി ആക്രമണമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് 45 ദിവസം നീളുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണത്തിനായുള്ള തീവ്രയജ്ഞ പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കും. ഇതുവഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലിലൂടെ തദ്ദേശീയമായി പ്രശ്നങ്ങൾ പരിഹരിക്കും. തുടർന്ന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പ്രശ്നപരിഹാരത്തിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.